മിക്ക പാരൻസും പ്രൊഫഷണൽസ് ആയിരിക്കും. അവർക്ക് ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. ഇവരെയൊക്കെ നോക്കുന്നത് ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും. അപ്പോൾ അവരിതൊക്കെ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? ചിലപ്പോൾ അവർക്ക് ആ ഒരു പ്രായത്തിൻ്റെ ബലഹീനത കൊണ്ട് ചിലപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ അവർക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനായിട്ടുള്ളത്? ഇപ്പോൾ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു കുട്ടിയുടെ ലൈഫിന് അത് ത്രെട്ടനിങ് ആണ്. ഈ കുട്ടിയുടെ പിടിവാശി ആ കുട്ടിയുടെ ലൈഫിനെ ഡിറ്റീറിയോറേറ്റ് ചെയ്ത്, അതായത് ആ കുട്ടിയുടെ ലൈഫിൻ്റെ ഒരു ക്വാളിറ്റി കുറയ്ക്കുകയാണ്. എന്നുവെച്ചാൽ ഗ്രാൻഡ് പേരൻസിനും ഈ കുട്ടീനെ മാനേജ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇത് ഗ്രാൻഡ് പേരൻസിനെ ഉപദ്രവിക്കുകയാണ്, മറ്റ് സാധനങ്ങളെല്ലാം പൊട്ടിക്കുകയാണ്, അങ്ങനെയൊക്കെ ഒരു വയലൻസ്, ഒരു അഗ്രസീവ് സ്റ്റേജിലേക്കൊക്കെ പോകുവാണെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആണെങ്കിലും ഇത് മസ്റ്റായിട്ട് അവെയറായിട്ട് ഇത് നോർമലായിട്ടുള്ളൊരു കുട്ടിയുടെ ടെമ്പർ ടാൻട്രംസ് അല്ല, ഇത് കുട്ടിയുടെ എന്തെങ്കിലും ബിഹേവിയർ കൺസേൺസ് ആയിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി ഇത് ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ആസ് ഏർലി ആസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് തന്നെ, അതായത് ഇമ്മീഡിയറ്റ് അതിൻ്റെ എഫക്റ്റിൽ നമുക്ക് നല്ല വ്യത്യാസങ്ങൾ വരുത്താൻ പറ്റും. ബിക്കോസ് ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് കുട്ടി ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 5 വർഷങ്ങളാണ്.